പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈ പ്രഭാതത്തിലെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മുടെ എല്ലാ ശുശ്രൂഷകളും തമ്പുരാന്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ഒരു ദിവസം ഒരു പുത്തൻ അഭിഷേകം കൊണ്ട് നിറയുവാനായിട്ട് നമുക്ക് തീഷ്ണതയോടെ ആഗ്രഹിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ഹൃദയങ്ങളെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, 1 തെസ്സലോനിക്ക 5 അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങൾ ഇപ്രകാരം ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് യേശു ക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ഓ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തില് നമുക്ക് ഇന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് സ്വന്തമാക്കിക്കൊണ്ട് എന്റെ ജീവിതത്തെ കുറിച്ചുള്ള വ്യക്തമായ ദൈവത്തിന്റെ പദ്ധതികള് നിരന്തരം പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞുകൊണ്ട് അവന്റെ മാർഗത്തിലൂടെ ചരിക്കുവാനായിട്ട് ഈ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തില് കാരണമായിട്ട് തീരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ഓ പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗം മുഴുവനോട് ചേർന്ന് സൃഷ്ടാവും പരിപാലകനുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ കഴിവുകളും ഉപയോഗിച്ച് ആദരം തുറന്ന് ഹൃദയം തുറന്ന് നമ്മുടെ ശരീരമൊക്കെ ഒന്ന് ചലിപ്പിച്ചുകൊണ്ട് തീക്ഷണതയോടെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ആയിരുന്നുകൊണ്ട് സ്വർഗത്തോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പാടി ആരാധിക്കാം. ഹല്ലേലൂയ, പാടി ആരാധിക്കട്ടെ. അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, ആത്മാവാൽ നിറയെ അഗ്നിയയക്കൂ. പാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, ആത്മാവാൽ നിറയെ അഗ്നിയയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ. ഈശ്വരയോടെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ഹൃദയത്തിൽ സന്തോഷിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന എല്ലാ ജീവിത സാഹചര്യങ്ങളിലേക്കും അതിന്റെ ആത്മാവിന്റെ ശക്തി ഈ പ്രഭാതത്തിൽ കടന്നു വരുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ ദുഃഖങ്ങളും രോഗങ്ങളും തകർച്ചകളും നമ്മളുടെ അവിശ്വാസവും അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ അനുഭവങ്ങളെയും ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ പുതു സൃഷ്ടിയാക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. മുള്ളുകളും ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. മുള്ളുകളും ചെടികളുമെല്ലാം അഗ്നിയിലെരിഞ്ഞിടും, അരുളിയ പോലെ അഗ്നിയിറക്കി വിശുദ്ധി നൽകണമേ. ആത്മാവേ അഗ്നിയായി നിറയണമേ, ആത്മാവേ അഗ്നിയായി നിറയണമേ. പാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, രോഗത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, ശാപത്തിൻ ശക്തിമേൽ അഗ്നിയയക്കൂ, ആത്മാവാൽ നിറയെ അഗ്നിയയക്കൂ. ആത്മാവേ അഗ്നിയായി നിറയണമേ. 5:23 തിരുവചനം ഇപ്രകാരം നമ്മളെ പഠിപ്പിക്കുന്നു. സമാധാനത്തിന് ദൈവം നിങ്ങളെ പൂർണ്ണമായി വിശദീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ
നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും അവികലവും പൂർണ്ണമായും തീരുമാറാകട്ടെ. പൂർണ്ണമായിട്ട് നമ്മുടെ ആത്മാവും ശരീരവും ജീവനും പരിപൂർണത പ്രാപിക്കുവാൻ, യേശു ക്രിസ്തുവിനെ മുഖാമുഖം ദർശിക്കുവാൻ തക്കവണ്ണം വിശുദ്ധമായ ഒരു ജീവിതത്തിന് ഉടമകളായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ ദൈവത്തോട് ഐക്യപ്പെട്ട് ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഈ ശുശ്രൂഷയിലൂടെ പിതാവിന്റെ ആത്മാവ് നമ്മളെ യോഗ്യതയുള്ളവരാക്കി തീർക്കുവാൻ യേശുവിന്റെ നാമത്തിൽ വിശുദ്ധോടെ ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുവോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുവോ. തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ലൂക്കാ 1:49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്. ഓ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ കന്യകാമാതാവിന്റെ ജീവിതത്തില് പരിശുദ്ധാത്മാവ് ഇടപെട്ട് ദൈവപിതാവിന്റെ തിരുഹിതം നിറവേറ്റി യേശു ക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച് ഉദരത്തിൽ വഹിച്ച് അവന് ശുശ്രൂഷ ചെയ്തതുപോലെ, ഓ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതങ്ങളിൽ ഈ പ്രഭാതത്തില് ഈ ശുശ്രൂഷയിലൂടെ ഈശോ ജനിക്കുവാൻ, ഈശോ വളരുവാൻ, ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, ഈശോയുടെ സാക്ഷിയായിട്ട് മാറുവാൻ നമ്മളെ ശക്തരാക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്, പരിശുദ്ധ അമ്മയുടെ മേൽ പറന്നിറങ്ങിയ അതേ ആത്മാവ്, അസാധ്യമായ കാര്യങ്ങള് സാധ്യമാക്കുന്ന ദൈവത്തിന്റെ ആത്മാവ് ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങുവാനായിട്ട് ആഗ്രഹിച്ച് തീക്ഷണതയോടെ പാടട്ടെ. വചനം ഘോഷിക്കും ഈ വേളയിൽ താനെ ബന്ധിക്കും കൂട്ടായ്മയിൽ. വചനം ഘോഷിക്കും ഈ വേളയിൽ സാത്താനെ ബന്ധിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുവോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുവോ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. 5:16-17 തിരുവചനങ്ങൾ ഒരിക്കൽ കൂടെ നമുക്ക് ഹൃദയത്തിൽ ആവർത്തിച്ചൊരുവിടാം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവേൻ, ഇടപെടാതെ പ്രാർത്ഥിക്കുവേൻ. ഓ പ്രിയപ്പെട്ടവരെ, നമ്മൾ സന്തോഷമുള്ളവരായിട്ട് മാറുവാൻ, ആനന്ദമുള്ള ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരായിട്ട് മാറുവാൻ, എപ്പോഴും ദൈവഹിതം അന്വേഷിച്ചുകൊണ്ട് അവിടുത്തെ സന്നിധിയിൽ നിരന്തരം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറുമ്പോൾ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ള ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകി വരും. ഈ ശുശ്രൂഷയിലുടനീളം അത്ഭുതകരമായ അഭിഷേകം ജീവിതത്തിലേക്ക് വ്യാപരിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ഈ സന്തോഷത്തിന്റെ ഒരു നിറവ് ലഭിക്കുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വരയോടെ പാടി പ്രാർത്ഥിക്കട്ടെ. ആത്മാവിൽ ആരാധിക്കും നിന്ദാസരിൽ, ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ. ആത്മാവിൽ
ദാസരിൽ ആത്മാവിൽ പ്രാർത്ഥിക്കും കൂട്ടായ്മയിൽ ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആത്മാവിൻ തീനാളങ്ങൾ അഗ്നിയായി പെയ്യട്ടെ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുവോ. ആദിമസഭയുടെ കൂട്ടായ്മയിൽ ആത്മാവിൻ തീമഴ പെയ്തതുവോ. ആത്മാവിൻ തീനാളങ്ങൾ മഴയായി സ്നേഹാനുഭവത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആത്മാവിന്റെ ലഹരി നമ്മളിലേക്ക് പകരപ്പെടട്ടെ. അഗ്നിയായി പെയ്യട്ടെ. ദിവ്യമായ സ്നേഹമേ, ഞങ്ങളെ ആരാധിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളെ സ്തുതിക്കുന്നു. പരിശുദ്ധനായവനെ ഞങ്ങളെ ആരാധിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. പ്രഭാതത്തിലും പ്രദോഷത്തിലും പിതാവിന് ആരാധന. ആരാധന ആരാധന സ്തുതി ആരാധന 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 സ്തുതി ആരാധന ആരാധന. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. യേശുനാഥനെ അങ്ങേ ആരാധിക്കുന്നു. സർവശക്തനെ അങ്ങേ ആരാധിക്കുന്നു. മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. ഉത്തിതനായവനെ അങ്ങേ ആരാധിക്കുന്നു. മിശിഹായെ അങ്ങേ ആരാധിക്കുന്നു. ഉത്തിതനായവനെ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. നിത്യസഹായക അങ്ങേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ അങ്ങേ ആരാധിക്കുന്നു. നിത്യസഹായക അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു. ജീവനാഥനെ അങ്ങേ ആരാധിക്കുന്നു. വഴികാട്ടിയെ അങ്ങേ ആരാധിക്കുന്നു. ജീവനാഥാവേ അങ്ങേ ആരാധിക്കുന്നു. ആരാധന ആരാധന സ്തുതി ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ
വഴികാട്ടിയായ പരിശുദ്ധാത്മാവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. Hallelujah. ജീവദാതാവായ ക്രിസ്തുവേ, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. Hallelujah. സ്നേഹത്തിന്റെ ഉറവിടമായ പിതാവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഇരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇരുകരങ്ങളെയും ഉയർത്തി വിരിച്ചു പിടിച്ചുകൊണ്ട് സ്നേഹോഷ്മളമായ പിതാവിന്റെ സ്പർശനത്തിനും ജീവദാതാവായ പരിശുദ്ധാത്മാവിന്റെ വരദാനമായ ഈശോയുടെ ദിവ്യമായ ചൈതന്യത്തിനും നിത്യസഹായകനായ പരിശുദ്ധാത്മാവിന്റെ വലിയ കൃപയ്ക്ക് വേണ്ടി ഒരുമിച്ച് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇന്ന് കർത്താവേ, ഞങ്ങളുടെ മനസ്സും ഞങ്ങളുടെ ശരീരവും ഞങ്ങളുടെ ആത്മാവുമെല്ലാം ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന, ഞങ്ങളുടെ ഉള്ളിൽ വളരുന്ന, ഞങ്ങളുടെ ഉള്ളിൽ വ്യാപിക്കുന്ന, ഞങ്ങളുടെ ഉള്ളിൽ ജനിച്ച ഈശോയുടെ സമൃദ്ധിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. ഇങ്ങനെ ഒരു പ്രാർത്ഥന എന്നോട് ചേർന്ന് കരമുയർത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചാണ്. ഈശോയേ, ഈശോയേ, എന്റെ ആത്മാവും എന്റെ ദേഹിയും എന്റെ ദേഹിയും എന്റെ ദേഹവും എന്റെ ദൈവവും ക്രിസ്തുവിന്റെ ജനനത്തിനും ജനനത്തിൽ വളർച്ചയ്ക്കും വളർച്ചയ്ക്കും വ്യാപനത്തിനുമായി ഞാനിതാ സമർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ആളത്വവും ക്രിസ്തുവിന്റെ വ്യക്തിത്വവും ക്രിസ്തുവിന്റെ ദൈവത്വവും ഓ യേശുവിന്റെ അപ്രമാദിത്യവും അനുഭവിപ്പാനായിട്ട് എനിക്ക് തന്ന കൃപയ്ക്കായിട്ട് നന്ദി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ ബ്രദറെ, തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ ഒന്നുകൂടി ആ വാക്യം ഒന്ന് വായിക്കാമോ? ഇന്നത്തെ നമ്മുടെ ലേഖനത്തിലെ വായനക്രമത്തിൽ വരുന്ന തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിലെ ആ വാക്യം ഒന്ന് ഉച്ചത്തിൽ ഒന്ന് വായിക്കാമോ? തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിന്റെ 1 തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങള്. എപ്പോഴും സന്തോഷത്തോടായിരിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവീൻ. ഇതാണ് യേശുക്രിസ്തുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്, ആത്മാവിനെ നിർവീര്യമാക്കരുത്, പ്രവചനങ്ങളെ നിന്ദിക്കരുത്, എല്ലാം പരിശോധിച്ചു നോക്കുവീൻ, നല്ലവയെ മുറുകെ പിടിക്കുവേൻ, നല്ലവയെ മുറുകെ പിടിക്കുവീൻ, എല്ലാത്തരം തിന്മയിൽ നിന്ന് അകന്നു നിൽക്കുകയും എല്ലാത്തരം തിന്മയിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യുവീൻ. സമാധാനം. ഞാൻ ഇത് ഈ വാക്യം 3-4 പ്രാവശ്യം വായിക്കുകയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വാക്യം, വളരെ പ്രധാനപ്പെട്ട വാക്യം. It's a very important scripture. I was reading it 3 and 4 or 5 times. വളരെ പ്രധാനപ്പെട്ട. It's very important. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്നതാ? That's the will of God for every one of us. നമ്മളെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം എന്നതാ? The will of God for every one of us in അതാ Christ. വായിക്കുന്നത്. അതാ ഒന്നുകൂടെ 4-5 പ്രാവശ്യം നമുക്ക് ഇന്ന് വായിക്കണം ആ വാക്യം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവേ. Rejoice always. എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം എന്നതാന്ന് ഇപ്പൊ കേട്ടോണം. You can just listen to what is the will of God for every one of us. എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം എന്നതാന്ന് ഇപ്പൊ കേട്ടോണം. What's the will of God for my life? Just listen to this. എടുത്തിട്ടില്ലാത്ത ഒരു റെഫറൻസോട് ഒന്ന് പറഞ്ഞു. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം 5-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. 23 വരെയുള്ള എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം. എന്നിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്ന എന്നതാ? What God expects from me. എന്നെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം എന്നതാ? What's the will of God for my life? ദൈവഹിതം അന്വേഷിക്കുന്നവരെല്ലാരും എന്നെ സംബന്ധിച്ചുള്ള, നമ്മെ സംബന്ധിച്ചുള്ള കർത്താവിന്റെ ഹിതം എന്നതാണ്. Those who are looking for the will of God, you can now listen. What's the will of God for your life? ഒന്നുകൂടെ വായിച്ചു. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവേ. കർത്താവിന്റെ ഹിതം ഇതാണ്. That's the will of God. എപ്പോഴും സന്തോഷത്തോടായിരിക്കും. Rejoice always. അടുത്തിരിക്കുന്ന ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞേ, വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നവർ Shake your hands, sitting nearby and said,
കോവിഡ് പശ്ചാത്തലമൊക്കെ ആയതുകൊണ്ട് വീട്ടിൽ നിന്ന് വന്നവർ അടുത്തിരിക്കുന്നവർ കൈ കൊടുത്തുകൊണ്ട് ഒന്ന് തമ്മിൽ പറഞ്ഞ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എപ്പോഴും നമ്മൾ സന്തോഷിക്കുക എന്നുള്ളതാണ്. The will of God for every one of us is to rejoice always. ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ pray without ceasing. Pray without ceasing. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. Pray without ceasing. ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. എല്ലാ കാര്യങ്ങളിലും നന്ദി പറയുവിൻ. In everything give thanks. നല്ല കാര്യത്തിന് നന്ദി പറയാനല്ല പറഞ്ഞേ. Because it's not that with good things you give thanks. എല്ലാ കാര്യങ്ങളും നല്ലതായിട്ട് പോകുമ്പോൾ നന്ദി പറയാനും അല്ല It's പറഞ്ഞേ. not when everything go good that you have to give thanks. എല്ലാ കാര്യത്തിനും നന്ദി പറയുവിൻ. In everything give thanks. എല്ലാ കാര്യത്തിനും നന്ദി പറയുവിൻ. In everything give thanks. പോകുന്ന വഴിക്ക് വണ്ടി പഞ്ചറായ നന്ദി പറയുവിൻ. Even if when you are driving your tire gets burst out, you give thanks. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തലയുടെ ഈ സൈഡിൽ ഒരു വേദന ഉണ്ട്, നന്ദി പറയുവിൻ. So when you get up in the morning, when you have a headache, give thanks. കഴുത്തിന്റെ സൈഡിൽ ഒരു വേദന വരുന്നുണ്ട്, നന്ദി When പറയുവിൻ. you have pain in the neck, you give thanks. നമ്മൾ ചോദിക്കുന്നത് ഇത് അതിനൊക്കെ എങ്ങനെയാ നന്ദി പറയുന്നത്? We may ask, how can I give thanks before? അതിനൊക്കെ എങ്ങനെയാ നന്ദി പറയുന്നത്? മോന് നല്ല വിവാഹം നടന്നു നന്ദി പറയാം. When my child gets a good marriage or relationship, I can 2 മുറി give ഉണ്ടായിരുന്ന thanks. വീട് ഇപ്പൊ 5 മുറിയായി നന്ദി പറയാം. When a house is getting expanded, it's good, I can say give thanks. മാനുവൽ കാർ ഓട്ടോമാറ്റിക് ആയി നന്ദി പറയാം. When a manual car is converted to automatic car, I can give thanks. നല്ല ജോലി കിട്ടി നന്ദി പറയാം. When I got an increase in my job, I can give thanks. നില്ല എല്ലാ കാര്യത്തിനും നന്ദി പറയും. Wait, give thanks in everything. അപ്പൊ എല്ലാ കാര്യത്തിനും നന്ദി പറഞ്ഞ് നിർബന്ധിച്ചതിന്റെ ഉദ്ദേശം എന്നാണെന്നറിയാം. Now what is the reason behind he said give thanks in everything? നിങ്ങൾ നന്ദി പറയുന്നതോടെ കാര്യങ്ങൾ മാറി മറിയും. When you give thanks, the whole situation, the scenario changes. ഇതാ കഴിഞ്ഞ ഒരേ വർഷങ്ങളായിട്ട് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് prayer is thanksgiving. That's what we have been teaching you, prayer with thanksgiving. പ്രാർത്ഥന എന്ന് പറയുന്നത് നന്ദി പറച്ചില്ല. Prayer is giving thanks. 5 മണിക്കൂർ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞ 5 മണിക്കൂർ നന്ദി പറഞ്ഞു എന്നാണ് അർത്ഥം. When you pray for 5 hours, that's that you give 5 hours of നിങ്ങളുടെ thanksgiving. ആവശ്യങ്ങളൊക്കെ നിങ്ങൾ അറിയിക്കും മുമ്പേ സ്വർഗ്ഗസ്ഥനായ പിതാവ് അറിയുന്നു എന്നാ എഴുതി വെച്ചേക്കുന്നേ. The Bible says even before you ask him, your Father knows what you will need. അപ്പൊ എന്റെ ആവശ്യം ഞാൻ പറയും മുമ്പേ ദൈവം അറിയുന്നു. Because before I ask, Father knows my need. പിതാവിന് അറിയേണ്ടത് നിന്റെ ആവശ്യത്തോട് നീ എങ്ങനെ പ്രതികരിക്കുന്നു എന്നാ. The Father wants to know how you are reacting to your desires, ഹല്ലേലൂയ. to your needs. എന്റെ ആവശ്യം എന്റെ പിതാവിന് അറിയാം. My Father knows what I need. എന്നാൽ പിതാവ് കാത്തു നിൽക്കുകയാണ് നിന്റെ ഈ ആവശ്യത്തിന്റെ നടുവിൽ നീ എങ്ങനെ പ്രതികരിക്കുന്നു. But the Father is looking how you are going to react in the midst of your situation. പിറുപിറുക്കാൻ പോവാണോ? Are you going to complain and murmur? ദൈവത്തെ തള്ളി പറയാൻ പോവാണോ? Are you going to give away God? ദൈവത്തെ ഉപേക്ഷിച്ചിട്ട് പോകാൻ പോവാണോ? Are you going to desert God? അതോ ആ പാനപാത്രം കയ്യിലേക്ക് എടുത്തു പിടിച്ചിട്ട് സ്തോത്രം ചെയ്യാൻ Or പോവാണോ? are you lifting up the cup of suffering and say giving thanks to it? എല്ലാത്തിനും സ്തോത്രം ചെയ്യാൻ നമ്മെ പഠിപ്പിച്ചത് കർത്താവാ. Because Jesus is what taught us to give thanks in everything. കയ്യിലിരുന്നത് പാനപാത്രമായിരുന്നു. In his hand was the cup. ഹല്ലേലൂയ. കാസായും ബീലാസായും ഉയർത്തി He lifted up. പിതാവിന് കൃതജ്ഞത അർപ്പിച്ചത് ഇത് ശരീരമാണെന്നും ഇത് ചുടുചോരയാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെ. He lifted the cup and said, this is my blood and this is my body. ഹല്ലേലൂയ. Hallelujah. ഇത് ചുടുചോരയാണെന്നും ഇത് ശരീരമാണെന്നും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് കാസയും ബിലാസയും ഉയർത്തി ദൈവത്തിന് നന്ദി He പറഞ്ഞു. lifted the bread and the wine and knowing that this is his blood and this is his flesh. ഹല്ലേലൂയ. ഹല്ലേലൂയ. Hallelujah. അവിടെയാണ് നന്ദി പറച്ചിലിന്റെ ശക്തി ഇറങ്ങുന്നത്. That's where the ഒന്നുകൂടെ, power of thanksgiving comes. ഇത് ബ്രദർ ഇവിടെ നിന്നത് പല പ്രാവശ്യം അങ്ങ് വായിച്ചു. വായിച്ചു. എപ്പോഴും സന്തോഷത്തോടായിരിക്കും. Rejoice always. ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കും. Pray without ceasing. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഈ ഇടവിടാതെയുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോ എന്നതാന്ന് അടുത്ത വാക്യത്തിൽ പറഞ്ഞു. What is that? Prayer without ceasing. ഇടവിടാതെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് എപ്പോഴും നന്ദി പറയുന്നതാണ്. Praying without ceasing is when you give thanks in everything. Or if അതാ. it can be other way also. When you rejoice നമ്മൾ കർത്താവിനെ സന്തോഷിക്കുമ്പോ and when you give thanks, നമ്മളെ കർത്താവിന് നന്ദി പറയുമ്പോ your prayer life changes. നമ്മുടെ പ്രാർത്ഥനാ ജീവിതമായി മാറുകയാണ്. Because prayer is sandwiched between rejoicing and giving thanks. പ്രാർത്ഥന എന്ന് പറയുന്ന ഒരു സാൻഡ്വിച്ച് പോലെയാണ്. മേളിൽ ഒന്നുണ്ട് താഴെ ഒന്നുണ്ട്, അതിനിടയിലാണ് പ്രാർത്ഥന വരുന്നത്. സന്തോഷിക്കുക, നന്ദി പറയുക, അതിനിടയിലുള്ള സാൻഡ്വിച്ച് പോലെയാണ് പ്രാർത്ഥന ഇരിക്കുന്നത്. When you rejoice and when you give thanks, your prayer life changes because that's in between. ഹല്ലേലൂയ. അതിനിടയിൽ നന്ദി പറയുമ്പോൾ എപ്പോഴും സന്തോഷിക്കുമ്പോൾ നമ്മൾ അറിയാം നമ്മുടെ പ്രാർത്ഥന ജീവിതം തന്നെ മാറി മറിയുകയാണ്. So also when you rejoice and give thanks,
you know how to pray with God rather than praying to God. ഹല്ലേലൂയ. നന്ദി പറയുകയും കർത്താവിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഡോക്ടർ പറഞ്ഞത്. നല്ലതായിട്ട് ശ്രദ്ധിക്കണം, നല്ലതായിട്ട് ശ്രദ്ധിക്കണം. നന്ദി പറയുകയും എപ്പോഴും കർത്താവിൽ സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല ചെയ്യുന്നത്, ദൈവത്തോട് കൂടെ പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. You know how to pray like a bride, not as a widow. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ നമ്മള് ഒരു വിധവയെ പോലെ പ്രാർത്ഥിക്കുകയല്ല, മണവാട്ടിയെ പോലെ മണവാളനോട് സംസാരിക്കുകയാണ്. Hallelujah. ഒന്നുകൂടെ പറ. When you rejoice and give thanks in everything, നമ്മൾ എല്ലാ കാര്യത്തിലും സന്തോഷിച്ച് ദൈവത്തിന് നന്ദി പറയുമ്പോ you know how to pray with God, not towards God. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ല, ദൈവത്തിന്റെ കൂടെ പ്രാർത്ഥിക്കുക. That means you know how to. ദൈവത്തോടൊപ്പം പ്രാർത്ഥിക്കുക. That means you know how to pray as a bride of Christ, നമ്മൾ അവിടെ പരിശീലിക്കുകയാണ് കർത്താവിന്റെ മണവാട്ടിയായിട്ട് പ്രാർത്ഥിക്കാൻ, not as a widow. നമ്മള് കർത്താവിന്റെ വിധവയായിട്ട് കടമ തീർക്കുകയല്ല, Because you come into relationship. നമ്മളെ ബന്ധത്തിലേക്ക് വരിക. Hallelujah. And a live relationship, അല്ലേ? Yes, it's വിധവയ്ക്കും റിലേഷൻഷിപ്പ് ഉണ്ട്, but it's not alive. A bride and a bridegroom relationship. ഹല്ലേലൂയ. അതാ വായിക്കാം. ഒന്നുകൂടെ വായിച്ചു. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കും. എപ്പോഴും മുഖം അങ്ങോട്ട് സന്തോഷമാവട്ടെ, Rejoice always. മുഖം അങ്ങോട്ട് സന്തോഷമാവട്ടെ. എപ്പോഴും എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടായിരിക്കും. Rejoice always. പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിക്കും. Pray without ceasing. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. വലിയൊരു അഭിഷേകമാണ് ബ്രദറെ. In everything give thanks. എപ്പോഴും സന്തോഷത്തോടെ പാടിയ സന്തോഷത്തോടെ പ്രസംഗിച്ച ട്രാൻസ്ലേറ്റ് ചെയ്ത സന്തോഷത്തോടെ. Whatever you do with rejoicing and giving thanks. ഞാൻ പ്രഭുബ്രനോട് പറയുമായിരുന്നു, ബ്രദറെ ഈ ലോകത്തിലേക്കും വെച്ച് ഏറ്റവും വലിയ ഗുഡ് ന്യൂസ് ആണ് നമ്മൾ പറയുന്നത്. The greatest good news, that's where we are preaching അതാ right യേശു. now. That's Jesus. ഏറ്റവും വലിയ സദ്വർത്തമാനമാണ് പറയുന്നത്. The good news is Jesus. സന്തോഷ വർത്തമാനം ആരെങ്കിലും കഠിനമുഖത്തോടെ പറയുമോ? Will anyone speak the good news with a different face? സന്തോഷത്തോടെ പറയുന്ന സന്തോഷ വാർത്ത It's always with rejoicing and giving thanks. എന്റെ അഭിപ്രായത്തിൽ തുള്ളി ചാടിക്കൊണ്ട് വേണം ഇത് പറയാൻ. Hallelujah. Just leap and then speak this. ഹല്ലേലൂയ. ഒന്നുകൂടെ വായിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ഇത് പറഞ്ഞൊന്ന് സ്തുതിക്കാം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവിൻ. എപ്പോഴും സന്തോഷത്തോടായിരിക്കും. Rejoice always. ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ. ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ. Pray without ceasing. എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. In everything give thanks. എല്ലാ കാര്യങ്ങളിലും. Hallelujah. നേരം വെളുത്തെഴുന്നേൽക്കുമ്പോൾ മുതല്, The moment you get up from your bed in the morning. എന്റെ കർത്താവേ എഴുന്നേൽക്കാൻ എനിക്ക് കൃപ തന്നതിന് നന്ദി. Hallelujah. Thank you, Lord, for giving me the strength to get up in the morning. നല്ല കാപ്പി എനിക്ക് കിട്ടിയതിന് നന്ദി. For the good coffee that you gave me. ഹല്ലേലൂയ. Hallelujah. രാവിലെ എഴുന്നേറ്റ് ബെഡിൽ നിന്ന് എനിക്ക് കാല് വെച്ച് നടക്കാൻ കൃപ തന്നതിന് നന്ദി. The moment I get up from the bed, the strength that you gave me to walk. കിടന്ന കിടപ്പിൽ എത്ര എണ്ണം തീർന്നു പോയി? Hallelujah. In the sleeping, how many have lost their lives? കിടന്ന കിടപ്പിൽ എത്ര എണ്ണം തീർന്നു പോയി? Hallelujah. നമ്മൾ നിലനിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ കൃപയാണ്. If you stand up, it's by the grace of God. ഹല്ലേലൂയ. Hallelujah. നമ്മൾ നിൽക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ If കൃപയാണ്. you stand, it's by the grace of നമ്മൾ God. നടക്കുന്നെങ്കിൽ അത് കർത്താവിന്റെ If you are കൃപയാണ്. walking, it's by the grace of God. അഭിഷേകത്തിൽ നിറഞ്ഞ കർത്താവിനെ സ്തുതിച്ചു. Oh, Hallelujah. rejoice. Hallelujah. Hallelujah. എപ്പോഴും കർത്താവിനെ In സ്തുതിച്ചു. everything give thanks. ഇടവിടാതെ കർത്താവിനെ സ്തുതിച്ചു. So rejoice always. Give thanks to the Lord in everything. എപ്പോഴും നന്ദി കരേറ്റുവിൻ. ഹല്ലേലൂയ. Hallelujah. എഴുതി വെച്ചിരിക്കുന്നത് എങ്ങനെയാ? അതാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം. This is the will of God for every one of us. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇതാ. This is the will of God for every one of us. ഹല്ലേലൂയ. Hallelujah. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇതാ. This is the will of God for my life. ഹല്ലേലൂയ. Hallelujah. നെഞ്ചോട് കൈ ചേർത്ത് വെച്ച് പറഞ്ഞു, എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇതാ. This is the will of God for my life. പറഞ്ഞേ എന്നെ കുറിച്ചുള്ള Keep ദൈവത്തിന്റെ on ഇഷ്ടം saying ഇതാ. that. This is the will of God for my life. ഹല്ലേലൂയ. Hallelujah. എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം ഇതാ. This is the will of God for my life. എന്നതാ എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഇഷ്ടം? What is the will of God for my life? എല്ലാ കാര്യത്തിലും സന്തോഷിപ്പീൻ. In everything give thanks. കർത്താവേ, കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ കൃപ തന്നതിന് നന്ദി. Lord, thank you for giving me the strength to get up from the bed. ആ ബെഡ്റൂമിലേക്ക് നടന്നു പോകാൻ കൃപ തന്നതിന് നന്ദി. I give you thanks for giving me the strength to walk. എന്റെ വയറിനെ ശുദ്ധീകരിച്ചതിന് നന്ദി. For cleansing my stomach, I give thanks. എല്ലാത്തിനും നന്ദി പറ. In everything give thanks. അല്ല, നമ്മൾ വിചാരിക്കും അത് ചെറിയ കാര്യമാണ്. Hallelujah. Some may say cleansing your stomach is a small thing. No. അല്ല, ഒരു ദിവസം ഈ മോഷൻ പ്രോപ്പർ ആയിട്ട് പോയില്ല, എന്നെ അസ്വസ്ഥതയാ. Yeah, it affects the whole body.
ആ യൂറിനറി സിസ്റ്റം ഒരു ദിവസം ഡാമേജ്ഡ് ആയ എന്നാ പ്രശ്നമാ? If the urinary system blocks for one day, you know how much of problem it എന്നാന്നറിയോ, will have. ഇത് ഒരു കുഴപ്പമില്ലാതെ ഓടും പെയിന്റ് ഒന്നും വില അറിയത്തില്ല. അന്നേരം ചോദിക്കുക എന്നാത്തിനാ നന്ദി If പറയുന്നത്? everything is working perfectly, then you don't understand the importance of it. എന്നാത്തിനാ നന്ദി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. Why you want to give thanks? എന്നാത്തിനാ നന്ദി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് കരം അങ്ങോട്ട് ഉയർത്തിപ്പിടിച്ചോണ്ട് അധരം അങ്ങോട്ട് തുറന്നുകൊണ്ട് Lift your hands. നന്ദി 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 യേശുവേ യേശുവേ നന്ദി നന്ദി 1000 പ്രാവശ്യം You give thanks until you become thanks. നമ്മള് ഒരു കൃതജ്ഞതാ പ്രകാശനമാകുന്നത് വരെ കൃതജ്ഞതാ പ്രകാശനം നടത്തിക്കൊണ്ടിരിക്കണം. Hallelujah. Then it comes out of your heart. നമ്മൾ കൃതജ്ഞതയാകുന്നത് വരെ Hallelujah. കൃതജ്ഞതാ പ്രകാശനം നടത്തിക്കൊണ്ടിരിക്കണം. Amen. ഹല്ലേലൂയ. Hallelujah. ഇന്ന് നാനാവിധ വ്യഥകളാൽ നീറിപ്പകഞ്ഞ ആയിരക്കണക്കിന് ആൾക്കാര് ലൈവായിട്ട് ശുശ്രൂഷ പങ്കെടുത്തോണ്ടിരിക്കുക. For all those who are watching with the different infirmities in their body, എല്ലാം ട്രൈ ചെയ്ത് നിങ്ങൾ തോറ്റിട്ടുണ്ടാകും. you might have tried everything, but you have failed. എല്ലാ കാര്യങ്ങളും പരിശ്രമിച്ചും പ്രാർത്ഥിച്ചും You മടുത്തുപോയിട്ടുണ്ടാകും. would have tried prayer and everything you have tried, but failed. കുരുക്കഴിക്കുന്ന പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. Hallelujah. I will tell you the secret of getting the truth in your life. ചങ്ങലകളെ പൊട്ടിക്കുന്ന പ്രാർത്ഥന ഞാൻ പറഞ്ഞു തരാം. Oh, chain breaking prayer, I'll tell you. എല്ലാ കാര്യത്തിനും നന്ദി പറയാൻ തുടങ്ങിക്കും. In everything, start giving thanks. നന്ദി പറയാൻ തുടങ്ങിക്കും. Start giving thanks. വിഷാദത്തിനും വിരോധത്തിനും സന്തോഷത്തിനും സന്താപത്തിനും എല്ലാത്തിനും നന്ദി പറയാൻ തുടങ്ങി. In everything, whether it's depression or whether it's good, everything give thanks. അതാ നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. That's the will of God for every one of us in അയ്യോ, life. പല സന്ദർഭങ്ങളിലും നന്ദി പറയാത്തപ്പം നമ്മൾ ഇടുങ്ങി പോകുന്ന കണ്ടിട്ടുണ്ട്. നന്ദി പറയുമ്പം എവിടെ പൊട്ടി 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 സാഹചര്യങ്ങൾ മാറി മറിയുന്നത് കാണാൻ. At times when you're not giving thanks, we can find that depression coming. But when you start giving thanks, you can see the chains being broken off. ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ശക്തിയാണ് നന്ദി പറച്ചിലെ Oh, ശക്തി. thanksgiving is a power that breaks off cancer. ട്യൂമറിനെ വലിച്ചു പറിക്കുന്ന ശക്തിയാണ് നന്ദി പറച്ചിലെ ശക്തി. Tumor breaking power is giving thanks. ഹല്ലേലൂയ. നന്ദി പറയാൻ തുടങ്ങും. നന്ദി പറയാൻ Start തുടങ്ങും. giving thanks. രേഖകളെ മാറ്റി എഴുതുന്ന ശക്തിയാണ് നന്ദി പറച്ചിലെ ശക്തി. Hallelujah. ഹല്ലേലൂയ. രേഖകൾ മാറ്റി എഴുതും. ഒരിക്കൽ വന്ന നിയമം മാറി മറിയും നന്ദി പറയുമ്പോൾ. And when you start giving thanks, your handwriting will be wiped away. ഹല്ലേലൂയ. Everything against you will be wiped away. ദാനിയേലിന്റെ കാലത്തും ജോസഫിന്റെ കാലത്തും എല്ലാം നിയമങ്ങൾ അവർക്കെതിരെ വിരോധമായി എഴുതി. In the time of Daniel and Joseph, the law was against them. എന്നാ അവര് ചെയ്തേ? What they did? They prayed. അവർ പ്രാർത്ഥിച്ചു. They give thanks to the Lord. അവർ എല്ലാത്തിനും നന്ദി കരയറ്റാൻ തുടങ്ങി. രേഖ മാറാൻ തുടങ്ങി. The നിയമം മാറാൻ handwriting, തുടങ്ങി. the law began to change. സിറ്റുവേഷൻ മാറാൻ തുടങ്ങി. The situation began to change. This is powerful. ഇത് ശക്തിയുള്ളതാണ്. ഇത് ഭയങ്കര ശക്തിയുള്ളതാണ്. This is powerful. എടുത്തോ 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 കരമടിച്ച് ചില നിമിഷങ്ങൾ കർത്താവിനെ സ്തുതിച്ചേ. യേശുവേ. എല്ലാറ്റിനും നന്ദി പറ നന്ദി പറ നന്ദി പറ നന്ദി പറ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു കർത്താവേ. Hallelujah. വേറെ ഒന്നും വായിക്കാൻ പറ്റുന്നില്ല എനിക്കിത്. Continue. തെസ്സലോനിക്ക ലേഖനം കണ്ടിന്യൂ ചെയ്യാൻ പരിശുദ്ധാത്മാവ്. Yes. I think it is. ഹല്ലേലൂയ. Hallelujah. വേറെ ഒന്നും പറയാൻ തോന്നുന്നില്ല. ഹല്ലേലൂയ.
തെസ്സലോനിയൻസ് ബ്രദറെ, ആ വാക്യം പിന്നെ നമുക്ക് വായിക്കാം, പല പ്രാവശ്യം വായിക്കാം. എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കുവേ. To rejoice. So 1 Thessalonians 5:16, 17, 18. Rejoice always. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം എടുക്ക എല്ലാവരും എടുക്ക. Thessalonians chapter 5. 5-ാം അധ്യായം. Chapter 5. 5-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം. എപ്പോഴും എപ്പോഴും സന്തോഷമായിരിക്കും. Rejoice always. ഇടവിടാതെ പ്രാർത്ഥിക്കുവേൻ. Pray without ceasing. ഇരുന്ന് വായിക്കണം. അവിടെ ഇരുന്ന് വായിച്ചു. Hallelujah. ഹല്ലേലൂയ. വളരെ പ്രധാനപ്പെട്ട, കാരണം ഞങ്ങൾ ഇന്ന് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം വന്നുകൊണ്ടിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 6, 7, 8 വാക്യങ്ങൾ പറയാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വന്നിരിക്കുകയാണ്. We came prepared to preach from Gospel John 1:6-18. പക്ഷേ ഇത് ആരുടെയൊക്കെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും ഈ വചനം. But this verse, the Holy Spirit is prompting us to speak this. Yes. ഇത് വലിയ അത്ഭുതം ചെയ്യും. അതുകൊണ്ടാണ് It will bring miracles into your life. അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയാൻ പോകുന്നത്. That's why you're going to speak concerning this. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്നതാണെന്ന് തിരിച്ചറിഞ്ഞോണം. If you want to know the will of God, this is the will of God for What everyone. is the will of God regarding me? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്നാ? What is the will of God concerning me? ഇത് 15-ാം വാക്യം മുതൽ ശരിക്കും ഇത് ആരംഭിക്കുന്നത് 12-ാം വാക്യം മുതലാണ്. 12-ാം വാക്യം മുതൽ 22-ാം വാക്യം വരെയാണ്. Starts from 12 to 22. 10 വാക്യങ്ങളാണ്. അപ്പൊ സാമൂഹ്യ ജീവിതം എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിവാദ വിഷയം. In a social life, how you have to behave, that's the ഇവിടെ thing. ക്രിസ്ത്യാനികൾ ഇവിടെ ആയിരിക്കും എങ്ങനെ ജീവിക്കണം എന്നുള്ളതിന്റെ ഉത്തമമായ ഉദാഹരണമാണ് തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 22 വരെയുള്ള വാക്യം. It gives a good idea of how a Christian family should live in a society. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. There are a lot of things being described here. 15-ാമത്തെ വാക്യം മുതൽ നമ്മൾ 14-ാമത്തെ വാക്യം മുതൽ വായിക്കാം. We'll focus from 14 verse. നിങ്ങൾ സമാധാനത്തോടെ കഴിയുവീൻ. സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവീൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവീൻ, ദുർബലരെ സഹായിക്കുവീൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവീൻ. ഇത് എത്തിക്സ് ആണ്, ധാർമ്മികതയാണ്. It's talking about ethics. And we ask you, brothers, correct the disruptive, console the weak-minded, support the sick, be patient with everyone. ആരോടും തിന്മയ്ക്ക് തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ എല്ലാവരോടും സദാ നന്മ ചെയ്യുവാനും ശ്രദ്ധിക്കുകയും. See to that no one repays evil with evil to anyone. Instead, always pursue what is good with one another and with all. 16-ാമത്തെ വാക്യം, എപ്പോഴും സന്തോഷത്തോടെ ഇരിപ്പീൻ. Verse 16, rejoice always. ഇതൊരു ലൈഫ് സ്റ്റൈലാണ്. This is a Christian lifestyle. Talking about a lifestyle, Christian lifestyle ആയത്. Hallelujah. ഈ എല്ലാവരോടും സമാധാനത്തോടെ കഴിയുവീൻ, നിങ്ങൾ സമാധാനത്തോടെ കഴിയുവീൻ. സഹോദരങ്ങളെ, ഞങ്ങൾ അലസരെ ശാസിക്കുവീൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവീൻ, ദുർബലരെ സഹായിക്കുവീൻ, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവീൻ, ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ, തമ്മിൽ എല്ലാവരോടും സദാ നന്മ ചെയ്യുവീൻ, എപ്പോഴും സന്തോഷിക്കും. അപ്പൊ ഈ എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് പറയുന്നത് ഇതിനെ എല്ലാം റിലേറ്റ് ചെയ്തുള്ളതാ. So when he says give thanks in everything, it's all related with these things which have been described above. എന്നിട്ടാ പറയുന്നത്, എല്ലാ മനുഷ്യരോടും ക്ഷമാപൂർവം പെരുമാറുവീൻ, ആരോടും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പീൻ, എല്ലാവർക്കും നന്മ ചെയ്യുവീൻ, എപ്പോഴും സന്തോഷത്തോടെ ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവീൻ. ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. That no one repays evil for evil to anyone. Instead, always pursue whatever is good with one another and with all. Rejoice always, pray without ceasing, and give thanks, for this is the will of God for. സമാധാനത്തോടെ കഴിയണം, അതാണ് നമ്മെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. Hallelujah. 14-ാമത്തെ വചനം. 14 years. Verse 14. And we ask you, brothers, correct the disruptive, console the weak-minded, support the sick, and be patient with everyone. എല്ലാവരുടെ സമാധാനത്തോടെ കഴിയും. Be patient with everyone. ഇതെല്ലാം പറഞ്ഞിട്ടാ താഴെ പറയുന്നത്. And then he says, എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കും. Rejoice always. എല്ലാവരോടും ക്ഷമ കാണിക്കണം, പിന്നെ സന്തോഷിക്കാതിരിക്കാൻ വകുപ്പില്ലല്ലോ. See, when you have patience with everyone, there is no other reason than to rejoice. ആരോട് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിപ്പാൻ, തമ്മിൽ എല്ലാവരോടും സദാ നന്മ ചെയ്യാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിപ്പീൻ, എപ്പോഴും സന്തോഷിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവീൻ. That no one repays evil to everyone. Instead, always pursue what is good. ഞാനത് നിർബന്ധിക്കുക. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ചത്തെ ലൈവിന് വേണ്ടി കാത്തിരിക്കുന്നവർ, തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 12 മുതൽ 22
വായിക്കേണ്ടവരുള്ള വാക്യങ്ങള് പല ആവർത്തി വായിക്കണം. I'm exhorting to everyone who are watching us, you go and read this 1 Thessalonians 5, chapter 5, verse ഒരു പ്രാവശ്യമല്ല 16. പല പ്രാവശ്യം വായിക്കണം. Many times you start reading this. ഇടവിടാതെ എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുകയും Rejoice always, pray without ceasing, give every ഇതാണ് thanks. ക്രിസ്തുവിൽ നിങ്ങളെ കുറിച്ചുള്ള സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. For this is the will of God in Christ Jesus for all of you. ഞാൻ വലിയൊരു സമൂഹത്തെ കണ്ടിട്ടുണ്ട്. ആ സമൂഹം ദൈവഹിതം അന്വേഷിച്ച് നടക്കുന്നവരാ. People are going and seeking what is the will of God for my life. എന്നെ കുറിച്ചുള്ള What ദൈവത്തിന്റെ is the will of God for my life? ഒന്ന് പ്രാർത്ഥിച്ചു പറയാമോ? Can you just pray over me and just say what is the will of God for my ഒരു life? മെസ്സേജ് എടുത്ത് പറയാമോ? Can you take a message and speak of it? എന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം എന്നാന്ന് I പറയാം. want to know the will of God for my life. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം വ്യക്തമായിട്ട് പറയും. Now listen, this is the will of God for you. എല്ലാവരോടും സമാധാനത്തോടെ കഴിയുക. Be patient to all. ഭീരുക്കളെ ധൈര്യപ്പെടുത്തുകയും ദുർബലരെ സഹായിക്കുകയും Console the weak-minded. എല്ലാ മനുഷ്യരോട് ക്ഷമാപൂർവ്വം Be ഇടപെടുകയും patient with everyone. തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുകയും Do not consider evil against evil, തിന്മയ്ക്ക് പകരം നന്മ ചെയ്യുകയും but instead of evil, good give. ഇതാണ് നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. For this is the will of God for every one of us. ഇടപെടാതെ പ്രാർത്ഥിക്കുകയും Pray without എല്ലാ ceasing. കാര്യത്തിലും നന്ദി പ്രകാശിക്കുകയും. Thanks in everything. ഈ ഒരൊറ്റ വാക്ക് എത്രത്തോളം നമ്മൾ ധ്യാനിക്കണം എന്നറിയാമോ? എല്ലാ കാര്യത്തിനും നന്ദി പ്രകാശിപ്പിക്കും. Give thanks in everything. നമുക്കറിയാം പൗലോസ്ലീഹ ഈ ലേഖനങ്ങൾ എഴുതുന്നത് അതികഠിനമായ വ്യഥയിലൂടെ താൻ കടന്നു So പോകുമ്പോൾ when Paul is writing this, he is going through great tribulations. ഇടയലേഖനങ്ങളാകട്ടെ കാരാഗ്രഹ ലേഖനങ്ങളാകട്ടെ രണ്ട് ലേഖനങ്ങൾ എഴുതുന്ന സമയത്തും അതികഠിനമായ വ്യഥകളിലൂടെ താൻ കടന്നു When പോകുകയാണ്. he is writing these epistles, he was going through a great persecution and tribulation. എന്തൊക്കെയോ ഭൗതിക നന്മകൾ തനിക്ക് കിട്ടി. ആ ഭൗതിക നന്മയുടെ ഉത്തുംഗ ശൃംഗത്തിൽ നിന്ന് എന്തൊക്കെയോ പറയുന്നു എന്നുള്ളതല്ല ഇതിന്റെ ആശയം. It's not that he got all these physical blessings. ഇടയലേഖനവും കാരാഗ്രഹ ലേഖനം എഴുതുന്ന സമയത്ത് പല പ്രാവശ്യം അതികഠിന വ്യഥകളിലൂടെ അപ്പോസ്തലൻ കടന്നുപോയി. എന്നിട്ടാണ് അദ്ദേഹം പറയുന്നത് എല്ലാറ്റിനും കൃതജ്ഞത He അർപ്പിക്കും. went through such great tribulations and sufferings, and in the midst of it, he is writing these epistles, and then he says, "Rejoice, pray without ceasing, give അപ്പൊ ഇത് thanks." കേട്ട് കേൾവിയല്ല. It's not. For him. It's not a hearsay. For him. അദ്ദേഹത്തിന് ഇത് ആരോ എവിടോ പറഞ്ഞ ഒരു ആശയമല്ല. It's not someone that gave him an idea. തന്റെ വ്യഥകളുടെ എല്ലാം നടുവിൽ അദ്ദേഹം ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങി. In the midst of all his sufferings, he started giving thanks. എല്ലാ വ്യഥകളുടെ നടുവിൽ ദൈവത്തിന് നന്ദി പറയാൻ In the തുടങ്ങി. midst of all sufferings, he started giving thanks. ഇങ്ങനെ നന്ദി പറഞ്ഞപ്പോ തന്നിൽ ഉണ്ടായ ദൈവശക്തിയുടെ പ്രവാഹത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് And അപ്പോസ്തലൻ when he നമ്മളോട് was പറയും. start giving thanks, the anointing, that the power that came upon him, is through that he is writing these epistles. ഡോക്ടർ ഞാൻ ചോദിക്കട്ടെ, എങ്ങനെ നിരാശനാകാതിരിക്കും അപ്പോസ്തലൻ കടന്നു പോകുന്ന വ്യഥകളിലൂടെ നമ്മൾ കടന്നു പോയാൽ? Just look at the Paul's life, how much of suffering he was going through, and then how can he not go into depression or this thing? കൂടെ നിന്ന ഒരുത്തൻ പോലും, ഒരു തിമത്തിയോസോ ഒരു തീത്തോസോ ഒഴികെ, Those who were following him, they all left him except Timothy and Titus. ബാക്കി എല്ലാവരും തന്നെ ഉപേക്ഷിച്ചു പോയി. All others, they left him. കപ്പൽ ഛേദകം, Shipwreck, കരയിലെ ആപത്ത്, the danger in the sand, കാട്ടിലെ ആപത്ത്, in the wind, അതൊന്നും കൂടാതെ കള്ള സഹോദരന്മാരുള്ള ആപത്ത്. and then his own brothers deserting him. ഒരു സ്ഥലത്ത് പോലും ഉപദ്രവമില്ലാതില്ല. Every place he went, he had suffering there. ഒന്നുകിൽ ജാതികൾ, Maybe from the Gentiles അല്ലെങ്കിൽ യഹൂദർ. or from the Jews. അപ്പൊ ഇത് തുടർമാനമായി താൻ It's a അനുഭവിക്കും. continuous thing. പള്ളക്ക് കുത്തുന്ന മുള്ളുപോലെ തന്നെ ഒരു വ്യത പിന്തുടരുകയാണെന്ന് താൻ പറയുക. Yes, he had a sting in his body. ഹല്ലേലൂയ. പക്ഷെ അതിന്റെ നടുവിൽ പറയുക എപ്പോഴും നന്ദി പറയുകയും. In the midst of it, he is saying, give thanks in everything. ഇടവിടാ എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവീൻ. Give thanks in everything. എങ്ങനെ പറ്റും? How can he do that? എനിക്ക് പറ്റി. അതാ അപ്പോസ്തലൻ That's പറയുന്നത്. what I could do that. എനിക്ക് പറ്റിയത്. I could. അത് ചെയ്തപ്പോ ഉള്ള മാറ്റം കണ്ടോണ്ടാണ് നമ്മളോട് പറയും നിങ്ങളൊന്ന് ട്രൈ. When he did it, the changes that came upon him, it's seeing that he is exhorting you, do this. നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കാരാഗ്രഹം ഒന്ന് മാറട്ടെ എന്നിട്ട് ഞാൻ നന്ദി പറയാം. What we say is, let this jail life be over, then I will give thanks. അവിടെ ദൈവത്തെ സ്തുതിക്കേ. Start giving thanks പൗലോസും right there. ശീലാസും ദൈവത്തെ സ്തുതിച്ചത് കാരാഗ്രഹത്തിൽ കടന്നുകൊണ്ടാ. Paul and Silas are all, they start rejoicing, giving thanks in അവിടെ jail. അവിടെ വെച്ചോണ്ട് ദൈവത്തെ സ്തുതിക്കേ. Right there in your situation, start അവര് giving thanks. പാടി സ്തുതിച്ചുകൊണ്ടിരുന്നപ്പോ അതിന്റെ അടിത്തറ ഇളകി. So when they start rejoicing, giving thanks, നിന്ന the സ്ഥലത്തിൽ വലിയ foundations got ഭൂകമ്പം broken. ഉണ്ടായി. There was a great
thunderstorm there. ഈ ഭൂകമ്പം ഇതൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ നന്ദി പറയാം. നോ, ഇതിന്റെ നടുവിൽ നന്ദി പറ. You may think that once this is over, I'll give thanks. No, in the midst of that, ഇതിന്റെ നടുവിൽ, in the middle of that, give thanks. ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ സ്കാനിംഗ് റിപ്പോർട്ട് പറയുന്നു ഇന്നതൊക്കെയാണ് തകരാറ്. എന്റെ ബ്രദർ A4 സൈസ് 5 പേപ്പർ അവർ എന്റെ കയ്യിൽ പ്രിന്റ് ചെയ്ത് തന്നത്. ഇത് കിട്ടിയപ്പോ തന്നെ എന്റെ എല്ലാം പോയി. പോകത്തില്ല, പോകരുത്. When you get a report from the doctor and it may be something wrong in you, but nothing is going to happen to you. ഈ സൈസ് ആൾക്കാർ പല റിപ്പോർട്ടുകൾ തരും. This type of people start giving all sorts of reports. അത് കയ്യിലോട്ട് കിട്ടുമ്പോ നന്ദി പറയാൻ പറ്റില്ല. But that's a fact. അത് യാഥാർത്ഥ്യം മാത്രമാണ്, സത്യമല്ല. That's the fact. That's not the truth. ഇത് യാഥാർത്ഥ്യം മാത്രമാണ്, സത്യമല്ല. That's only a fact. That's not the truth. യാഥാർത്ഥ്യം മാത്രമാണ്, സത്യമല്ല. സത്യം അവിടുത്തെ അടിപ്പിണരാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്നാണ്. Truth is by his stripes we are healed. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അതാണ് ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നത്. That's what the word of God says to us. എപ്പോഴും സമാധാനത്തോടെ കഴിയുവീൻ. Be patient with everyone. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവീൻ. Give thanks in everything. 5 പേപ്പർ കൈ കിട്ടിയപ്പോഴും നന്ദി പറയുവീൻ. When you got the bad report, in the midst of it, keep it and then നീ start ഒരു giving thanks. പരമ തോൽവിയാന്ന് 1000 പേരും മുഖത്ത് നോക്കി പറയുമ്പോഴും നന്ദി പറയുവീൻ. When 1000 people are saying that you are a failure, right then start giving ഇനി thanks. ദയവ് ചെയ്ത് നീ പുതിയ ബിസിനസ് ഒന്നും ചെയ്യരുത്, ചെയ്തിടത്തോളം മതി, ഒന്ന് വീട്ടിൽ കയറി ഇരിക്കാവോ എന്ന് ചോദിക്കുമ്പോഴും നന്ദി പറയുവീൻ. People may say, don't start any new other business ventures. Get back into a house and start. ഹല്ലേലൂയ. Hallelujah. ഓ, ഇതാണ് ആ ക്രൂഷ്യൽ സിറ്റുവേഷൻ. ഇതാണ് ആ ചലഞ്ച്. ഇതിന്റെ നടുവിൽ നന്ദി പറയാൻ പറ്റും. That's the challenge in the midst of your അതുകൊണ്ട് suffering. ഞാൻ മുമ്പേ ബ്രദറിനോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് സ്തുതിച്ച സമയത്ത് പറഞ്ഞത്, കർത്താവ് നന്ദി പറഞ്ഞ ഘട്ടങ്ങളൊന്നും എല്ലാം നല്ല രീതിയിൽ പോയ സമയത്തല്ല. When Jesus started giving thanks, it's not everything was going on smoothly. കഴിക്കാൻ അപ്പമില്ല, നന്ദി പറയേണ്ട സമയമാണോ അത്? See, then they didn't have bread to eat. Is that the right time to give thanks? നന്ദി പറയേണ്ട സമയമാണോ അത്? Is the right time to give thanks? മരുഭൂമിയിലായി പോയി 3 ദിവസമായിട്ട് കഴിക്കാൻ ഭക്ഷണമില്ല, നന്ദി പറയാൻ പറ്റിയ സമയം അല്ലേ? They were in the desert, they had nothing to eat for 3 days. Is the right time to give thanks? Okay. അവിടെയാണ് കർത്താവിനെ നമ്മൾ കാണുന്നത്. Look at Jesus at that moment. 5 അപ്പവും 2 മീനും കയ്യിലോട്ട് എടുത്ത് പിടിച്ചിട്ട് He took the 5 loaves and 2 fish. അയ്യോ കർത്താവേ, 5000 പേരും 5 അപ്പവും എന്തോ ഇടപാടായി. 5,000 people and 5 loaves of fish. എന്റെ ആവശ്യം വലുതും എന്റെ കയ്യിലുള്ള ചെറുതും. My requirement is great and what I have is insufficient. ഹല്ലേലൂയ. ഞാനാണെ ആയിരിക്കുന്ന മരുഭൂമിയിലും, I am in the wilderness. ഈ കാട്ടിൽ എവിടെ അപ്പം വരാനാ? There is nothing you can buy or plant there. അതാ ഡിസൈപ്പിൾ വേർഷൻ. Hallelujah. ഡിസൈപ്പിൾ വേർഷൻ അതാണ്. The disciples' version is that we are in the desert. There is nothing to buy. We don't have money. നമുക്ക് പണമില്ല, We don't നമ്മൾ have money. മരുഭൂമിയിലാണ്. We are in the desert. ഇവിടെ വാങ്ങാൻ ഇപ്പൊ പോയാൽ പോലും ബുദ്ധിമുട്ടാണ്. There's nothing to buy, no places to buy. ജീസസ് പറയുന്നു, That Jesus says, എല്ലാ സാഹചര്യത്തിലും in the midst of all. കരമടിച്ച ഈശോയ്ക്ക് ആരാധന കൊടുത്തേ. Hallelujah. എല്ലാ In സാഹചര്യത്തിലും the midst of all. നന്ദി പറ. Give thanks. അപ്പോ എടുത്ത് കൈ പിടിച്ച് നന്ദി പറയാൻ തുടങ്ങി. Take the bread that is in your hand and start giving thanks. 50 ഇരുത്താൻ പറഞ്ഞു. He said, make people sit 50. ഇരുത്തിയത് ഓർമ്മയുണ്ട്. കഴിച്ചും കഴിഞ്ഞേച്ച് 12 കൊട്ട് 12 പേര് ചുമ്മിക്കൊണ്ട് പോവാൻ. But after eating, there were 12 baskets full of leftovers. Hallelujah. അതെന്നാ സീക്രട്ട്? What's the secret ആ behind it? സീക്രട്ട് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നത്. That's the secret apostle is എല്ലാ telling us. കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവീൻ. Give thanks in everything. കർത്താവിന് നന്ദി പറയുവീൻ. Start giving thanks to God in everything. മക്കളുണ്ടോ നന്ദി പറയുവീൻ. If you don't have children, give thanks. മക്കളില്ലേ നന്ദി പറയുവീൻ. If you have no children, then also give thanks. If you have got children, give thanks. Hallelujah. Hallelujah. മക്കളുണ്ടെങ്കിലല്ലേ നന്ദി പറയണ്ടേ? You may ask, if I have only children, then only I can start giving thanks. മക്കളില്ലാത്തപ്പോൾ നന്ദി പറ. When you have no children, no അതാ issues, ക്രിസ്തീയ give thanks. ജീവിതം. അതാ ക്രിസ്തീയ ജീവിതം. That's real Christian life. അപ്പൊ your focus is on Christ. അപ്പോൾ നിങ്ങളുടെ ഫോക്കസ് ക്രിസ്തു കേന്ദ്രീകൃതമാണ്. That's Christ centered. മക്കൾ കേന്ദ്രീകൃതമല്ല, സമ്പത്ത് കേന്ദ്രീകൃതമല്ല. It's not children centered or money oriented. ഹല്ലേലൂയ. ക്രിസ്തു കേന്ദ്രീകൃതമാണ്. It is Christ centered. അവിടെ നിന്നാണ് നമ്മൾ
നമ്മൾ പറയാ കർത്താവേ നന്ദി. From that standing position, you say, I am giving thanks. അവിടെ അത്ഭുതങ്ങൾ കാണുന്നത്. The miracle starts there. അയ്യോ സകല സാഹചര്യത്തെ കവിയുന്ന ഒരു അഭിഷേകം നമ്മളിലേക്ക് ഇറങ്ങി വരും. Hallelujah. The anointing that surpasses all situations. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവത്തിന്റെ ഹിതം. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. Do not choose to extinguish the spirit. ഇതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. It's a very important thing. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് ഇതൊന്ന് നല്ലതായിട്ട് ചിലപ്പോൾ ജോസ്യാമെന്ന് Just listen. നല്ലതായിട്ട് ശ്രദ്ധിക്കുക. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇങ്ങനെ ഓൾവേസ് തള്ളിക്കൊണ്ടിരിക്കുക. The Holy Spirit in us is always urging us, compelling us to give thanks. Give thanks. Give thanks. Give thanks. Give thanks. അതിങ്ങനെ പൊങ്ങി 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 വന്നുകൊണ്ടിരിക്കുക. That's rising up from your spirit. ഡോക്ടർക്ക് മനസ്സിലായോ? മനസ്സിലായോ? ഹോളി സ്പിരിറ്റ് ഈ ഓഫ്സറിങ് ഇങ്ങനെ പൊക്കിക്കൊണ്ടിരിക്കുക ഫുൾ ടൈം. Yeah, the Holy Spirit is lifting up from your spirit to give thanks, to give thanks. നന്ദി പറ, നീ നന്ദി പറ, Start giving thanks. നീ നന്ദി പറ, നീ നന്ദി പറ, നീ നന്ദി പറ. ഞാൻ നന്ദി പറയാത്തപ്പോ ഞാൻ എന്ത് ചെയ്യുക? ഈ പരിശുദ്ധാത്മാവിന്റെ തള്ളലിനെ, അല്ലെങ്കിൽ തള്ളൽ എന്നുള്ള പദം വേണമെങ്കിൽ ഉപയോഗിക്കണമെന്നില്ല, പരിശുദ്ധാത്മാവിന്റെ നിരന്തര നിർബന്ധം, ആ പദം ഉപയോഗിച്ചു. ആ പരിശുദ്ധാത്മാവിന്റെ നിരന്തര നിർബന്ധത്തെ ഞാൻ നിർവീര്യമാക്കി. When I am not giving thanks, I am quenching the urge that the Holy Spirit brings it to give thanks. ആത്മാവിനെ നിങ്ങൾ നിർവീര്യമാക്കരുത്. Do not choose to extinguish the spirit. പരിശുദ്ധാത്മാവ് ഇങ്ങനെ അകത്ത് തള്ളിക്കൊണ്ടിരിക്കുക. നന്ദി പറ. The Holy Spirit is urging us, give thanks, give നന്ദി thanks. പറ, നന്ദി പറ, നന്ദി പറ, നന്ദി പറ, നന്ദി പറ. Or can you make it like that? The Holy Spirit is urging you, prepare the way of the Lord. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ തള്ളുകയാണ്, ദൈവപുത്രന് വഴിയൊരുക്കുവിൻ. Because Jesus is speaking and giving thanks inside you. പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ ഇരുന്ന് ദൈവത്തിന് നന്ദി പറയുവാനായിട്ട് നമ്മെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. Because Jesus is always giving thanks right now with you in the situation. ആ സാഹചര്യത്തിന് നടുവിലെ പരിശുദ്ധാത്മാവ് ദൈവത്തിന് നന്ദി The പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. Holy Spirit listens to what Jesus is speaking. പരിശുദ്ധാത്മാവ് കേൾക്കുകയാണ് എന്താണ് ദൈവപുത്രൻ സംസാരിക്കുന്നത്. And there is rising up from your spirit into your conscious mind. നമ്മുടെ ബൗദ്ധിക തലത്തിലേക്ക് നമ്മുടെ ആത്മാവിൽ നിന്ന് അതിനെ ഉയർത്തി പരിശുദ്ധാത്മാവ് എത്തിക്കുകയാണ്. That's how he becomes your helper, comforter. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ നമ്മൾ സഹായകൻ എന്ന് വിളിക്കുന്നത്. So when you don't give thanks in that situation, ഈ സാഹചര്യത്തിന് നടുവിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയാത്തപ്പോ you are quenching the Holy Spirit. നമ്മൾ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കി കളയുകയാണ്. Hallelujah. കാരണം നമ്മൾ അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞു അത് ഒന്ന് വിശദീകരിച്ച്. ഈ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 12 മുതലല്ലേ വായിച്ചു? അതെ അതെ. അതില് 1 നിങ്ങൾ ക്ഷമാപൂർവം പെരുമാറുവിൻ, 2 എപ്പോഴും സന്തോഷിക്കുവിൻ, 3 സമാധാനത്തിൽ കഴിയുവിൻ, നന്മ ചെയ്യുവിൻ. ഇതൊന്നും മനുഷ്യന്റെ പ്രയത്നം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതല്ല. Hallelujah. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തേ. Forgiving. And forgiving, it's not man's normal nature or first nature. സമാധാനത്തിൽ കഴിയുവിൻ, 14-ാമത്തെ വചനം. To be patient with everyone. പ്രിയമുള്ളവരെ, സമാധാനത്തിൽ കഴിയണമെങ്കിൽ മനുഷ്യന്റെ ചിന്തയ്ക്കോ ബുദ്ധിയിലോ ഒന്നും ദൈവം വെച്ചിരിക്കുന്ന നിലവാരത്തിലുള്ള സമാധാനം അനുഭവിക്കാൻ സാധിക്കില്ല. See, to be patient with everyone is, ഈ പറയുന്ന രീതിയിൽ ചിലപ്പോ 1-2 മണിക്കൂറൊക്കെ നിന്നിരിക്കും. it's not the world's way of peace, but sometimes it may last for 1 or 2 hours. ഇവിടെ നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ, But here he says, സമാധാനത്തിൽ കഴിയുവിൻ, be patient with everyone. സമാധാനത്തിൽ കഴിയുവിൻ. Be patient with everyone. ഇത് പരിശുദ്ധാത്മാവ് അകത്ത് പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് ലഭിച്ചവർക്ക് മാത്രമേ ഇത് അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. This to be patient with everyone is only when you get a witness of the Holy Spirit inside your spirit. ഇത് ആത്മാവിന്റെ ഫലത്തിൽപ്പെട്ട It's കാര്യങ്ങളാണ്. one of the fruit of the Holy Spirit. എപ്പോഴും സന്തോഷിക്കുവിൻ. Hallelujah. To rejoice always. അത് പരിശുദ്ധാത്മാവിന്റെ ഫലമാണ്. That's the fruit of the Holy Spirit. ആത്മാവിന്റെ ഫലമോ Because the fruit of the Spirit, സ്നേഹം, love, സമാധാനം, joy, സന്തോഷം, patience, peace, കണ്ടോ kindness, goodness, faithfulness, obedience, self-control. ഇത് ആരുടെയാണെന്നറിയാമോ? It all belongs ഇത് പരിശുദ്ധാത്മാവിന്റെയാണ്. to the Holy Spirit. That's why it's called fruit of the Spirit. നാം ഇത് വ്യക്തമായിട്ട് അറിയേണ്ടത്, You have to clearly understand, ഈ പരിശുദ്ധാത്മാവിനെ കൊണ്ട് with the Holy Spirit, നമ്മുടെ ആത്മാവിനെ the Holy Spirit with your spirit, ദൈവം മുദ്രയിട്ടിരിക്കുന്നു. He has sealed it. അത് എഫേസ്യൂസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വചനമാണ്.
എഫേസോസ് ലേഖനം 1:14. Ephesians chapter 1 verse 4, it says, രക്ഷയുടെ സദ്വാർത്തയായ എഫെസോസ് 1:14 അല്ലേ? 1:14 ആ, 13. 13. ആ. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിന്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങൾ, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ അവനിൽ മുദ്രിതരായിരിക്കുന്നു. ഈ പരിശുദ്ധ in him you also after heard and believed the word of truth, which is the gospel of your salvation, was sealed with the Holy Spirit of the promise. അപ്പൊ ഈ പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രയിട്ടു എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ ഈ മുദ്രയിട്ട പരിശുദ്ധാത്മാവ് നമ്മളിൽ നിന്ന് വേർപെടുവാൻ സാധ്യമല്ല. When you realize that you have been sealed with the Holy Spirit, then you can understand that he will never leave you nor forsake you. നാം ആദ്യമേ അറിയേണ്ടത് You have to first realize പരിശുദ്ധാത്മാവിൽ എന്നെ മുദ്രയിട്ടിരിക്കുന്നു. I've been sealed with the Holy Spirit. ഈ മുദ്രയിട്ട പരിശുദ്ധാത്മാവ് When the Holy Spirit which was sealed inside you, ഈ ആത്മാവിനെയും കൊണ്ടേ പോകും. it will always leads your spirit. ലോകത്തിന്റെ മുദ്ര, The world's sealing, മെഡിക്കൽ മുദ്ര, medical seal, അത് രണ്ടും വേർപെടുത്താൻ പറ്റാത്തതുപോലെ it cannot be separated. മുദ്രയിട്ട് കഴിഞ്ഞാൽ വേർപെടുത്താൻ പറ്റാത്തതുപോലെ Once you have been sealed, you cannot be നമ്മുടെ separated. ആത്മാവിൽ പരിശുദ്ധാത്മാവിനെയും കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു. Because in your spirit, the Holy Spirit has been sealed. ഈ തിരിച്ചറിവിൽ നമ്മൾ വളരുമ്പോൾ Once you grow in this truth and reign in it, എപ്പോഴും സന്തോഷിക്കാൻ സാധിക്കും. then you learn to give thanks in everything. പരിശുദ്ധാത്മാവാണ്, The Holy Spirit is the one. ദൈവത്തിന്റെ ഹിതം നമുക്ക് വെളിപ്പെടുത്തി The Holy തന്നുകൊണ്ടിരിക്കുന്നത്. Spirit is the one who reveals the will of God for you in everything. എല്ലാ കാര്യത്തിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. So in everything rejoice and give thanks. അതൊരു സാധാരണ മനുഷ്യനെ കൊണ്ട് പറ്റുകയില്ല. That cannot happen in an ordinary ഇത് man. പരിശുദ്ധാത്മാവിൽ നയിക്കപ്പെടുന്ന ജീവിതമാ ക്രിസ്തീയ ജീവിതം. But you are not ordinary. You are thou. Yes. Christ lives in you. നമുക്ക് സ്വാഭാവികമായിട്ട് അത് പറ്റുമായിരുന്നെങ്കിൽ ഇതിനെ എന്തിനാ പരിശുദ്ധാത്മാവിനെ കെടുത്തരുതെന്ന് പറഞ്ഞ് പിന്നെ കണക്ട് ചെയ്തിരിക്കുന്നേ? പ്രത്യേകം പറഞ്ഞിരിക്കുവോ? If you can do it alone, then why should quench the Holy Spirit? അങ്ങനെ നമ്മൾ വായിക്കുന്നത് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം ഒന്ന് നോക്കി, 5-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിച്ചു നോക്കി. അവിടെ അങ്ങനെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മാവിനെ നിർവീര്യമാക്കരുത്. കണ്ടോ? You do not quench the Holy Spirit. അത് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധിതമല്ലെങ്കിൽ ഇത് അവസാനം പറയില്ല പരിശുദ്ധാത്മാവിനെ So നിർവീര്യമാക്കരുത്. that means it's been sealed with the Holy Spirit. That's why he says. ഈ പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കരുത് പറഞ്ഞാല് ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ അറിയണം. See, when he says do not quench the Holy Spirit, you need to understand the Holy Spirit is always working in you and with you. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പരിശുദ്ധാത്മാവേ എന്നെ സ്വസ്ഥതയോടെ ഉറക്കിയതിനായിട്ട് നന്ദി. When you get up in the morning, always പരിശുദ്ധാത്മാവ് ഉള്ളിൽ say, പറയാ, നമ്മുടെ ആത്മാവിൽ ഇരുന്ന് പരിശുദ്ധാത്മാവ് പറയാ, എടാ നിന്നെ ഇന്ന് എഴുന്നേൽപ്പിച്ചതിന് നീ നന്ദി പറഞ്ഞോ? hallelujah. The Holy Spirit is interceding and telling you, are you giving thanks because you got up in the morning? വണ്ടി ഓടിച്ച് മിടുക്കനായിട്ട് ഇവിടെ വന്നിരിക്കുക, എടാ നീ നന്ദി പറഞ്ഞു അതിന്, എടാ എത്ര എണ്ണം വഴി തീർന്നു. Yes, hallelujah. നീ വണ്ടി ഓടിച്ച് മിടുക്കനായിട്ട് ഇവിടെ വന്നപ്പം നീ അതിന് നന്ദി പറഞ്ഞു. പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യും? എന്റെ ഉള്ളിൽ ഇരുന്ന് ഇത് പറയിപ്പിക്കാൻ വേണ്ടി പറഞ്ഞുകൊണ്ടിരിക്കുക. The Holy Spirit is inside me interceding with my spirit to give thanks. ഈ കാര്യം ഞാൻ അറിയണം. You have to understand this. ഈ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. This is continuously working in and through you. പ്രത്യേകം ദൈവത്തിന് നന്ദി പറയാൻ പറഞ്ഞതിന് ശേഷം പറയുകയാണ് ആത്മാവിനെ നിർവീര്യമാക്കരുത്. And then he says, after saying all this, do not quench the Holy Spirit. ആത്മാവ് പ്രവർത്തിക്കുന്നത് നാം അറിയാതിരിക്കരുത്. ആത്മാവിന്റെ പറച്ചില് കേട്ട് അതിനോട് സഹകരിക്കാതിരിക്കരുത്. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നന്ദി പറഞ്ഞോ? After listening to what the Holy Spirit is saying, then you align with him and then start giving thanks. ഹല്ലേലൂയ. ആരും ആരോടും തിന്മ ചെയ്യരുത്. എല്ലാവർക്കും ആഗ്രഹമാണ് തിന്മ ചെയ്യണമെന്ന്. എനിക്ക് ഒരു ആഗ്രഹമില്ല. Everyone doesn't want to do evil to others. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. We want to do very good. ആർക്കും ഒരു ദോഷവും ചെയ്യില്ലെന്നാ എന്റെ ആഗ്രഹം. That's my desire, but doesn't happen always. പക്ഷേ ഈ ആത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകും. Once you realize the Holy Spirit is continuously interceding in us, എന്റെ ആത്മാവിൽ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മുദ്രയിട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവുണ്ടാകും. when you realize you in your spirit, the Holy Spirit has been sealed with your spirit. പ്രിയമുള്ളവരെ, ഒരു വചനം വായിച്ചാൽ തന്നെ
അതിനെ ഒന്ന് ഗ്രഹിക്കാൻ പറ്റുന്നത് തന്നെ ഈ പരിശുദ്ധാത്മാവ് നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ. Just because of the Holy Spirit, you can understand what the scripture means for you. ഈ നിരന്തരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിശുദ്ധാത്മാവ് എന്ന ദൈവമാകുന്ന വ്യക്തിയെ, The Holy Spirit is continuously interceding in and through you. That is God Himself, third person of the Trinity. ദൈവം തന്നെ, God Himself, പരിശുദ്ധാത്മാവ് ദൈവം തന്നെ, the Holy Spirit, the God Himself. ഈ ആത്മാവിനെ, ഈ ദൈവത്തെ നമ്മുടെ ഉള്ളിൽ നിർവീര്യമാക്കരുത്. Hallelujah. Do not quench that Hallelujah. Holy Spirit inside you. ജീവനില്ലാത്ത അവസ്ഥയാക്കരുതെന്നായി പറയുന്നത്. Hallelujah. You should not be lifeless because you are in that life. എന്നാൽ ഈ ആത്മാവ് എന്നിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് വരുമ്പോൾ ഞാൻ എല്ലാ കാര്യത്തിനും നന്ദി പറയാൻ തുടങ്ങും. Once you start realizing that He is working in and through me, then you will automatically start giving thanks in everything. പരിശുദ്ധാത്മാവ് ഒന്നും വേണമെന്നില്ല ഈ നമുക്ക് നന്മ കിട്ടുമ്പോൾ നന്ദി പറയാനായിട്ട്. You do not need the help of the Holy Spirit when your things are happening good in your life. You can give thanks. ഒരു 2 നില കെട്ടിടം കിട്ടി, When you get a double-storied building, കാർ കിട്ടി, you got a car. ഇത് നന്ദി പറയണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആവശ്യമില്ല. You don't need the help of the Holy Spirit to give thanks in that situation. എന്നാൽ But പ്രതികൂല സാഹചര്യങ്ങൾ വരുമ്പോ, in the midst of difficult situations, അവിടെ പരിശുദ്ധാത്മാവില്ലാതെ, without the help of the Holy Spirit, പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നു എന്ന തിരിച്ചറിവില്ലാതെ unless you realize the Holy Spirit is working in and നന്ദി through പറയാൻ me, പറ്റുകയില്ല. you cannot give thanks. വീര്യത്തോടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമില്ലാതെ, വീര്യത്തോടെ, അതുകൊണ്ടാണ് നിർവീര്യം. അതെ അതെ, വീര്യവും നിർവീര്യവും. വീര്യത്തെ നിർവീര്യമാക്കരുത്. അല്ല, വീര്യത്തോടുള്ള പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തോട് സഹകരിക്കാതെ നന്ദി പറയാൻ പറ്റില്ല. Hallelujah. Without aligning with the Holy Spirit, you cannot start giving thanks in everything. അവിടെയാ അതാ പോയിന്റ്. ഇത് അപ്പസ്തോലൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് 1 കൊരിന്ത്യർ 3:16 വിളിച്ചു പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലേ? The Holy Spirit is telling in 1 Corinthians 3:18 or something. He says, your body is the temple of the Holy Spirit. Don't you know that Holy Spirit lives in you? ഇത് കോറിന്തോസിലുള്ള സാധാരണക്കാരനോടല്ല പറയുന്നത്. It's not talking to the ordinary people in the Corinthian church. ലൗകിക ജീവിതം നയിക്കുന്നവരോടല്ല It's not to പറയുന്നത്. those who are leading the worldly life. സഭയിലുള്ള വിശുദ്ധന്മാരോടാ പറയുന്നത്. Speaking to the believers in the church. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണ്. Your body is the temple of the Holy ദൈവത്തിന്റെ Spirit. ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു. The Holy Spirit resides in you, lives in you. ആ തിരിച്ചറിവ് അത് അങ്ങോട്ട് വിളിച്ചു പറയും അപ്പസ്തോലനെ. നിങ്ങൾ അറിയുന്നില്ലേ, നിങ്ങളുടെ നടപ്പും പോക്കും ഒന്നും കണ്ടാല് ഇങ്ങനെ ഒരു ആത്മാവ് ഉണ്ടെന്ന് പോലും തോന്നുന്നില്ലല്ലോ. Don't you know that your body is the temple of the living Spirit? ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, യേശുവിനെ കർത്താവായി നിങ്ങൾ സ്വീകരിച്ചപ്പോ പരിശുദ്ധാത്മാവിനെ കൂടെ നമ്മുടെ ആത്മാവിനെ മുദ്രയിട്ട് കഴിഞ്ഞു. The moment you receive Jesus Christ as your Lord and Savior, you were sealed with the power of the Holy Spirit. It is finished. അത് പൂർത്തീകരിച്ചു. നടന്നു കഴിഞ്ഞ It has കാര്യമായത്. been already happened. ഇനി ഞാനത് അറിഞ്ഞു വിശ്വസിക്കുക, I just believe, understand, believe it, അനുഭവിക്കുക. and take it. അറിയുക, വിശ്വസിക്കുക, അനുഭവിക്കുക. Take it, believe it, and then എപ്പോഴും സന്തോഷിക്കുവിൻ. rejoice. ഭയങ്കരമായിട്ട് ഇന്നൊരു വലിയ കൺവിക്ഷൻ നമ്മുടെ മനസ്സിൽ, നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് കിട്ടണം. Today you might have a great conviction in your heart and your mind. അത് വേറൊന്നും അല്ല കേട്ടോ. There's nothing else. കർത്താവിന് എപ്പോഴും നന്ദി പറയാൻ കഴിയുന്ന ഒരു ആത്മീയ അവസ്ഥ. Hallelujah. A state of mind where in everything you can start giving thanks to the Lord. 2 കാര്യം കൂടിയേ തീരൂ. 2 things has happened there. ഒന്ന്, വീര്യത്തോടെയുള്ള പരിശുദ്ധാത്മാവിന്റെ നിർബന്ധത്തെ അനുഭവിക്കണം. You have to feel the presence of the Holy Spirit by His virtue. അതാ അതിന്റെ പൂർണ്ണ, അതിന്റെ ഫുൾ വേർച്വലുള്ള ആ പരിശുദ്ധാത്മാവിന്റെ ഫ്ലോ അനുഭവം. You have to understand the full virtue of the flowing of the Holy Spirit inside you. ഒരുപാട് വ്യതകളാൽ നിൽക്കുന്നവരോട് ആവർത്തിച്ച് പറയട്ടെ, എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത അത്ഭുതങ്ങൾക്ക് നമ്മൾ സാക്ഷ്യം വഹിക്കാൻ. We are going to see a great witness for great miracles happening today. മാരക രോഗങ്ങൾ ഇന്ന് പടിയിറങ്ങും. Oh, sickness and disease are going to leave that place. സംശയം വേണ്ട, മാരക രോഗങ്ങൾ പടിയിറങ്ങും. No doubt, serious sickness is going to leave. അഭിഷേകത്തിന് മുമ്പിൽ മാരക രോഗങ്ങൾ In the പടിയിറങ്ങും. midst, in the front of anointing, these things has to leave. വീര്യമുള്ള പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നന്ദി പറയുന്നവർ എഴുന്നേൽക്കാൻ പോകും. Hallelujah. God is raising up a generation who with the virtue of the Holy Spirit is going to give thanks. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് ചില നിമിഷങ്ങൾ സ്തുതിക്കാം. Let's get up and then start rejoicing. ചില നിമിഷങ്ങൾ നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് സ്തുതിക്കാം. Hallelujah. പ്രത്യേകിച്ച് ലൈവായിട്ട് ഇന്ന് പ്രാർത്ഥനാ വിഷയങ്ങൾ എഴുതുന്നവര് Hallelujah. ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങൾ അല്ലേ. A lot of prayer requests. ഇന്ന് എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ We പോകും. commit all prayer requests and then we are going to start rejoicing. പ്രാർത്ഥിക്കാൻ പോവാന്ന് പറയുമ്പോ When you say we are going to pray, എങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത്?
How are you going to pray? എങ്ങനെ പ്രാർത്ഥിക്കാൻ പോകുന്നത്? How you are going to pray? നമുക്കറിയാം നമ്മുടെ കർത്താവ് മുമ്പേ പഠിപ്പിച്ച പ്രാർത്ഥന. Pray. നമ്മൾ ഇന്നും അത് ആവർത്തിച്ചു ചൊല്ലുന്നവരാ. Every day we are repeating it. ആ പ്രാർത്ഥന പഠിപ്പിച്ച അതേ അധ്യായത്തിൽ The same chapter. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞു, The Lord taught us. നിങ്ങൾ ചോദിക്കും മുമ്പേ നിങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ സ്വർഗ്ഗസ്വനായ പിതാവ് അറിയുന്നു. Your Father knows even before you ask Him. നമുക്കിന്ന് നന്ദി പറയാം. Today, let's start giving thanks. നമുക്കങ്ങ് നന്ദി പറയാം. Let's start giving thanks. ഞാൻ പീരിയോഡിക്കലായ വളർച്ചയാണ്, ദൈവശാസ്ത്രത്തിന്റെ പീരിയോഡിക്കലായ വളർച്ചയാണ് സുവിശേഷത്തിൽ നിന്ന് ലേഖനത്തിലേക്ക് പോകുമ്പോൾ കാണുന്നത്. See, from the Gospels to the epistles, you can see the growing. ഈശോയുടെ ക്രൂശ് മരണത്തോടെ Right after the crucifixion of Jesus, ആ പ്രാർത്ഥനയുടെ ദൈവശാസ്ത്രം വളരുകയാണ്. the theology began, the prayers growing. കേവലം ഒരു അപേക്ഷയായിരുന്നു അതിന് മുമ്പ് വരെ. Before that, it's just a prayer. കുരിശുമരണത്തിന് ശേഷം But after the finished work of Jesus, സകലവും പൂർത്തിയാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് when He said everything is finished, കുരിശിൽ ഈശോ മരിച്ചുയർത്തെഴുന്നേറ്റതിനു ശേഷം after His resurrection, പ്രാർത്ഥനയെ കുറിച്ചുള്ള ഇൻസൈറ്റ് തന്നെ മാറുകയാണ്. the insights concerning prayer is changing. It's progressive. ആ പ്രോഗ്രസീവായി വളരുകയാണ്, It's growing. വളരുകയാണ്. It's growing. മാറുകയല്ല, വളരുകയാണ്. It's not changing, it's growing. അതവിടെ നമ്മൾ വായിക്കുന്നത്. That's what we read here. എപ്പോഴും പ്രാർത്ഥിക്കുവീൻ എന്ന് പറഞ്ഞിട്ട് 17ാമത്തെ വചനം അല്ലേ? Yeah. Rejoice always, pray without ceasing. ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, അടുത്തത് എല്ലാ കാര്യങ്ങളിലും കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. In everything give thanks. എല്ലാ കാര്യങ്ങളിലും. The mode is changed. Hallelujah. Mode is രീതി മാറിക്കഴിഞ്ഞു. ഇന്ന് എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുക. Today in everything, whether it's good or bad, start giving thanks. നമുക്കൊന്ന് തുടങ്ങാം. Let's start. നമുക്കൊന്ന് തുടങ്ങാം. Let's start. നമുക്കൊന്ന് തുടങ്ങാം. Whatever be the situation right before you. ജോസച്ച, ഇന്ന് ഒരുപാട് പേര് ലൈവായിട്ട് പ്രാർത്ഥനാപേക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുക. അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കൊന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ കഴിയണം. അനേകര് ലൈവായിട്ട് ഇപ്പൊ പ്രാർത്ഥനാപേക്ഷകൾ നടത്തിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെ മേലും ഈ കൃപ വരദാനമായിട്ട് ഇറങ്ങി വരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ സമയത്ത് വലിയൊരു അഭിഷേകം എല്ലാ മക്കളിലേക്കും ഇറങ്ങട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, വിളിച്ചേ ഒന്ന് വിളിച്ചു പറഞ്ഞേ ഹല്ലേലൂയ. വരദാനത്തിന്റെ അഭിഷേകവുമായിട്ട് എന്നെ നിറയ്ക്കുന്ന പരിശുദ്ധ ആത്മാവേ, ഒന്ന് വിളിച്ചേ. വരദാനത്തിന്റെ അഭിഷേകവുമായിട്ട് എന്നെ നിറയ്ക്കുന്ന പരിശുദ്ധ ആത്മാവേ, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങേ സ്വീകരിക്കുന്നു. ചില നിമിഷങ്ങൾ സ്വീകരിച്ചുകൊണ്ട് സ്തുതിക്കാം. ഈ നിമിഷങ്ങളിൽ വലിയ അത്ഭുതങ്ങൾ നടക്കും. ഒരു സ്തോത്രഗീതം പാടാം, അതായത് നന്ദി പറച്ചിലിന്റെ ഒരു പാട്ട് പാടാം. ആ പാട്ടിനിടയിൽ ഒരുപാട് അത്ഭുതങ്ങള് വ്യക്തികളുടെ ജീവിതങ്ങളിൽ സംഭവിക്കട്ടെ. ഒരു നന്ദി പറച്ചിലിന്റെ ഇപ്പൊ തന്നെ വരാം. ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിനേ. ഞങ്ങൾക്കല്ല കർത്താവേ മഹത്വം മഹത്വം യേശുവിനേ. കളിമൺ ഞങ്ങൾ അയോഗ്യദാസരം ഞങ്ങൾ, കളിമൺ ഞങ്ങൾ അയോഗ്യദാസരം ഞങ്ങൾ. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം. ബലഹീനരാകും ഞങ്ങളെ ഉയർത്തി യേശുവിനാണ് മഹത്വം. മഹത്വം മഹത്വം യേശുവിനേ, മഹത്വം മഹത്വം യേശുവിനേ. ഹല്ലേലൂയ. കർത്താവേ, ഇന്ന് പ്രത്യേകിച്ച് പ്രാർത്ഥന അപേക്ഷ നടത്തുന്ന മക്കളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും സ്പർശിക്കണമേ. Touch each and every one of them. വചനം ജീവനായി തീർന്നു. Let the word become flesh in them. അൽഫോൻസ കടുവത്തറ, Alfonso,
ഞാൻ എല്ലാ സാഹചര്യത്തിലും കർത്താവിന് നന്ദി പറയാൻ പോവാന്ന് അൽഫോൻസ് തന്റെ തീരുമാനം എഴുതിയിരിക്കുന്നു. She is writing that I'm going to give thanks for every problems in my life. അൽഫോൻസയോട് കൃത്യമായിട്ട് ഞാൻ പറയാം, എന്റെ മകളെ നിന്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങളുടെ To be a key for every problem. അന്നമ്മ മാഹിൽ Annamma Mahil, പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുക. ask for prayer. ഹല്ലേലൂയ. We keep forgetting each and every blessings we have been given us for years. But when our friends and relatives forget we feel bad. Now I feel the importance of thanking you. അന്നമ്മ പറഞ്ഞ വളരെ പ്രധാനം. Hallelujah. നമ്മുടെ സ്നേഹിതരും പ്രിയപ്പെട്ടവർക്കും ഒക്കെ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾക്ക് അവര് നന്ദി പറയാത്തപ്പോൾ നമ്മൾ അവരെ പ്രതി കുറ്റം പറയും. Hallelujah. When we start doing some good things to others people, and when they don't give thanks, you start murmuring against them. അന്ന് നമ്മൾ അവനെ സഹായിച്ചിട്ട് അവനിപ്പോ തിരിഞ്ഞു നോക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പറഞ്ഞോണ്ട് നടക്കും. അങ്ങനെയാണെങ്കിൽ അന്നമ്മ ചോദിക്കുകയാണ്, കർത്താവ് എത്ര പറഞ്ഞോണ്ട് നടക്കണം? ജെസ്സി ടിൻസി ഇതാ സ്പെഷ്യൽ ഇന്റൻഷൻസിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുക. ഹല്ലേലൂയ. തോമസ് പുന്നൻ ഇന്ന് ലൈവായിട്ട് പ്രാർത്ഥനയില് അപേക്ഷ നടത്തുന്ന ജോബി എബ്രഹാം, pray for my family. ജോബിയുടെ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. Hallelujah. We pray for Jobi's family. ഓ, ജോബിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ വിഷയം ഇപ്പോൾ തന്നെ യേശുവിൻ നാമത്തിൽ മാറി പോകട്ടെ. Amen. Francis Thomas is asking for prayer for having cancer. He is in the emergency right now. എമർജൻസിയിലായിരിക്കുന്ന ഫ്രാൻസിസ് തോമസ് സൂരജിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുകയാണ്. സൂരജ് എമർജൻസിയിലായിരിക്കുക എന്ന് പറയുകയാണ്. നമുക്ക് ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ സൂരജിന്റെ മേൽ അഭിഷേകം ഇറങ്ങി വരുന്ന നിമിഷമാകട്ടെ. ഹല്ലേലൂയ. വിളിച്ച് യേശുവേ, യേശുവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ഒരുമിച്ച് വരദാനത്തിന്റെ അഭിഷേകം ഇപ്പൊ എല്ലാ മനസ്സുകളിലേക്കും കുടുംബങ്ങളിലേക്കും. ജോസ് മാത്യു തന്റെ സിസ്റ്റർ ബിന്ദുവിന് വേണ്ടി പ്രാർത്ഥന അപേക്ഷിച്ചിരിക്കുക. Jose Matthew is asking prayer for her sister Bindu. നമ്മൾ ഇന്ന് എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് ചില നിമിഷങ്ങൾ കരമുയർത്തി വിരിച്ചു പിടിച്ചുകൊണ്ട് നന്ദി പറയാൻ വേണ്ടി പോവുക. കർത്താവേ നന്ദി, കർത്താവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുപാട് വിഷയങ്ങള്, ചുരുളുകൾ അഴിയട്ടെ, ഉരുക്കുകൾ പൊട്ടട്ടെ, അകലകൾ അഴിയട്ടെ. യേശുവേ വിളിച്ചേ, അത്ഭുതമായിട്ട് ഈ നിമിഷം മാറട്ടെ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതേകരു സ്തോത്രം. ഇനിയും കൃപതോതി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം. ഈ സമയത്ത് നാനാവിധ വ്യത്വം മാറട്ടെ. Start giving thanks with the child who having autism in his hand. Start giving thanks. കടഭാരത്തിന്റെ സാഹചര്യത്തിന് മേളിൽ നന്ദി പറയുക. Start giving thanks. സാഹചര്യങ്ങൾ മാറട്ടെ. യേശുനാമത്തിൽ ഇപ്പോൾ തന്നെ കർത്താവേ അഭിഷേകിക്കണമേ, അഭിഷേകിക്കണമേ. ഓരോ വീടുകളിലേക്കും കിടപ്പ് രോഗികൾ യേശുവിന്റെ നാമത്തിൽ അവര് കിടക്കുന്ന കിടപ്പിൽ കിടന്ന് വേണമെങ്കിൽ പിറുപിറുക്കാം, വേണമെങ്കിൽ അയ്യോ എന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് പറയാം. എന്നാൽ ഇതിന് നന്ദി പറയുമ്പോൾ തന്നെ വലിയ അത്ഭുതമായിട്ട് അത് മാറട്ടെ. ക്രിസ്തുവേ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുക്രിസ്തുവെന്നു ജീവിക്കുന്നു, ഈ സമൂഹത്തിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവെന്നു എനിക്കെല്ലാം യേശുവത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. കരമുയർത്തി വിരിച്ചു പിടിച്ചുകൊണ്ട് ഏക മനസ്സോടെ നമ്മൾ പറയാൻ വേണ്ടി പോവുക. എന്റെ സാഹചര്യത്തിൽ പറഞ്ഞു, ഇത് എന്നോട് ചേർന്ന് പറഞ്ഞേ, കർത്താവേ എന്റെ സാഹചര്യത്തിൽ ഇനി മേലാൽ ദൈവത്തെ തള്ളിപ്പറയാതെ, ഓ അഭിഷേകത്തിൽ നിറഞ്ഞ് എല്ലാത്തിനും നന്ദി പറയുന്ന വീര്യമുള്ള ഒരു അഭിഷേകത്തെ, വീര്യമുള്ള ഒരു അഭിഷേകത്തെ എന്റെ മേൽ പകരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് നമ്മുടെ കർത്താവ് നമ്മെ പഠിപ്പിച്ച പ്രാർത്ഥന നമുക്ക് ഒരുമിച്ച് എല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ,
അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചേർന്ന് പറഞ്ഞ് യേശു എനിക്ക് വേണ്ടി, യേശു എനിക്ക് വേണ്ടി സകലവും കാൽവരി കുരിശിൽ ചെയ്ത് കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിച്ച ഞാൻ ദൈവ പൈതലായി തീർന്നിരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്താൽ എന്നെ നീതീകരിച്ചു. ഞാൻ നീതിമാനും പരിപൂർണനുമാക്കിയിരിക്കുന്നു. ഞാൻ വിശുദ്ധനായതല്ല, എന്റെ യേശു എന്നെ വിശുദ്ധീകരിച്ചതാ. എന്റെ വിശുദ്ധി എന്റെ ശ്രമമല്ല, സത്യത്തിന്റെ ഫലമാണ്. എന്റെ രോഗമത്രയും യേശുവിന്റെ ശരീരത്തിൽ യേശു വഹിച്ചതിനാൽ ഞാൻ രോഗിയാവുകയില്ല. യേശുവിന് ഉയർപ്പ് ശക്തി എന്റെ ഉള്ളിൽ വസിക്കുന്നു. എനിക്ക് ജീവന്റെ സമൃദ്ധി, ദിവ്യമായ ആരോഗ്യവും എന്റെ ദാരിദ്ര്യത്തിന്റെ ശാപം മുഴുവൻ യേശു ചുമന്നതാണ്. യേശുവിൽ ഞാൻ സമ്പന്നനാണ്. യേശുവിനാൽ സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങൾ അവകാശിയായി ഞാൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. സൽപ്രവൃത്തി ചെയ്യാൻ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭൂമിയുടെ അറ്റത്തോ സുവിശേഷം അറിയുക കർത്താവ് എന്നെ നിയമിച്ചിരിക്കുന്നു. ലൂക്കാ 10 ഉറപ്പിച്ചു. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ചവിട്ടാനും ഭൂതങ്ങളെ പുറത്താക്കാൻ രോഗികളെ സൗഖ്യപ്പെടുത്താൻ മരിച്ചുപോയവരെ ഉയർപ്പിക്കുവാൻ അത്ഭുതങ്ങൾക്ക് അടയാളങ്ങൾ വിവിധ യേശുവിനെ അധികാരപ്പെടുത്തിയിരിക്കുന്നു. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തിയില്ല. എല്ലായിടത്തും എല്ലായ്പ്പോഴും യേശു ക്രിസ്തുവിൽ ഞാൻ പൂർണ്ണ ജയാളി തീർന്നിരിക്കുന്നു. ആമേൻ. പിതാവിന്റെ മഹാസ്നേഹത്തിന്റെ, പുത്രന്റെ വലിയ കൃപയുടെ, പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ കൂട്ടായ്മയുടെ ഒരു അനുഗ്രഹിത ആഴ്ച എല്ലാവർക്കും വിഷ് ചെയ്യുന്നു. 3 കാര്യങ്ങൾ പറയട്ടെ. ബൈബിൾ ക്ലാസ്, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ക്ലാസ്സുകൾ എല്ലാ വെള്ളിയാഴ്ചയും നടക്കുന്നു. നിങ്ങൾ ഇതുവരെയും ആ ക്ലാസ്സിൽ പങ്കെടുക്കുവാൻ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇനി അടുത്ത ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളതേ തരമുള്ളൂ. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രം അതിൻ്റെ ലിസ്റ്റ് അൺലിസ്റ്റഡ് ആയിട്ട് അയച്ചു കൊടുക്കുന്നത്. അങ്ങനെ വചനം പഠിക്കുന്ന എല്ലാവർക്കായും ദൈവത്തിന് സ്തോത്രം ചെയ്യും. നോക്കൂ, തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും വൈകുന്നേരം സൂം ലൈവായിട്ട് നമ്മുടെ ശുശ്രൂഷകൾ നടത്തപ്പെടുന്നു. സോ ഇതുവരെയും സൂം ലൈവിൽ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ തന്നെ സൂം ID ലിങ്ക് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി 8589039039 നമ്പറിലേക്ക് ലിങ്ക് അയച്ചു തരാൻ വേണ്ടി റിക്വസ്റ്റ് തരിക. ഞങ്ങൾ സൂമിൻ്റെ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് അങ്ങനെ ജോയിൻ ചെയ്യാൻ കഴിയും. ഓക്കെ, ബൈബിൾ ക്ലാസ്, യോഹന്നാന്റെ സുവിശേഷത്തിലെ ബൈബിൾ ക്ലാസ്സിൽ ഇനിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതിൽ പഠിക്കുന്നവർക്കറിയാം. 1ാമത്തെ അധ്യായം തുടങ്ങിയിട്ടേ ഉള്ളൂ. നെവർ ലേറ്റ്, നമ്മൾ ലേറ്റ് ആയിട്ടില്ല. സോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പുതുതായിട്ട് ചേരാൻ താല്പര്യമുണ്ട് 89039039 നമ്പറിലേക്ക് റിക്വസ്റ്റ് കൊടുക്കുക. ഇങ്ങനത്തെ മീഡിയ റിലേറ്റഡ് ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ആ നമ്പർ ഉപയോഗിക്കേണ്ടത്. എന്നാൽ പ്രാർത്ഥനാ വിഷയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ 9847389389 ആ നമ്പറിലേക്ക് അയച്ചു തരിക. 9847389389. അപ്പോൾ അങ്ങനെ അനുഗ്രഹിക്കുന്നു. അത്ഭുത സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് വീണ്ടും ഉറപ്പിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ സജിത് ജോസഫ് ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് അക്കൗണ്ട് എല്ലാം ഫോളോ ചെയ്യാൻ വിശേഷിച്ച് ഓർപ്പിക്കുന്നു. നാളെ വൈകുന്നേരം നമുക്ക് 6:30 മുതൽ സൂം ലൈവ് മീറ്റിംഗ് ഉണ്ട്. സൂം ലിങ്കിന് വേണ്ടി 8589039039 നമ്പറിലേക്ക്